ഹായ് നമസ്കാരം. ടൂൾസ് വെച്ചാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് പ്രസ്, അതായത് ബെയറിങ്ങുകളൊക്കെ ഷാഫ്റ്റിൽ നിന്ന് വരുന്ന ഹൈഡ്രോളിക് പ്രസ് അതൊരെണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ മെറ്റീരിയലിൻ്റെ പൈസകൾ, അതേപോലെ എത്ര രൂപ കോസ്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ ഈ മെഷീൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന ചിലവെന്ന് പറഞ്ഞാൽ ഒരു സി ചാനല്, അതായത് 1.5 3 സി ചാനല് ഒരു ഫുൾ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈഡ്രോളിക് എടുത്തിട്ടുണ്ട്, ഹൈഡ്രോളിക് ജാക്കി 5 ടണ്ണിൻ്റെ ഹൈഡ്രോളിക് ജാക്കി, അതുപോലെ തന്നെ 4 സ്പ്രിങ്, അതുപോലെ ഇതിൻ്റെ പെയിൻറ്റ്, അതുപോലെ പണിക്കാശി, അതായത് നമ്മൾ പണിഞ്ഞേക്കുന്നത് നമ്മൾ തന്നെയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരോടാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ പിന്നെ അത് പറയേണ്ട സംഭവം വെച്ചാൽ ജാക്കിനെ പറ്റി പറയുമ്പോൾ വെച്ചാൽ ജാക്കി എടുക്കുമ്പോൾ 5 ടണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ആവറേജ് ഒരു 4 അടി പൊക്കത്തിൽ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി വലിയൊരു ഐറ്റം അഴിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ ജാക്കി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാശ് കുറഞ്ഞ ജാക്കിയാണ് എടുത്തത്. കാരണം വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് ഓർത്താണ് എടുത്തത്. പക്ഷേ അത് നമുക്ക് ഭയങ്കര പ്രശ്നം വന്നു. അപ്പോൾ എടുക്കുമ്പോൾ ഇച്ചിരി ക്വാളിറ്റിയുള്ള ജാക്കിയിൽ എടുക്കണം. കാരണം ഓയിൽ ലീക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പൈസ കുറയുമ്പോൾ അതിൻ്റെ ഓറിങ്ങുകൾ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഡിഫക്റ്റുകളുണ്ടാവും, ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഒരു മാസം ഉപയോഗിച്ചപ്പോഴേക്കും പ്രശ്നങ്ങളായിരുന്നു. ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്സാണിട്ടത്. പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമുകളാണ്. ഫ്രെയിം വന്നേക്കണത് 4 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വന്നേക്കുന്നത്. അത് 4 ഇഞ്ച് തന്നെ എടുക്കണം. 4 ഇഞ്ചിൽ തിക്നെസ് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബെൻഡായി പോകാനും, അതുപോലെ തന്നെ നല്ല പ്രസ്സിലടിക്കുമ്പോൾ, അതായത് വലിയ ലോഡ് കൂടി ഇതടിക്കുമ്പോൾ ഇത് വളഞ്ഞു പോകാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സ്ഥലത്ത് അത് ഉണ്ടാക്കിയിട്ടത് കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇതിനകത്ത് അപ്പോൾ പിന്നെ എടുക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിങ്ങാണ്. സ്പ്രിങ് ഇത് നമുക്ക് നമ്മുടെ അളവിൽ ഒരു വിധത്തിലുള്ള കമ്പനികളിലും ഈ സാധനം വന്നില്ല. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു കമ്പനി ഉണ്ട്. നമ്മുടെ നോർത്ത് പറവൂര് ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സുഹൃത്ത് സുനിൽ എന്ന് പറഞ്ഞ പുള്ളി ഒരു കമ്പനി ഉണ്ട്, സ്പ്രിങ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ സ്പ്രിങ്ങുകൾ നമുക്ക് ഉണ്ടായിത്തരും. പറയണ അളവിൽ, പറയണ പൊക്കം, അതിൻ്റെ വണ്ണം, അതിൻ്റെ ഗേജ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി ഉണ്ടായിത്തരും. നമ്പർ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്പർ അയച്ചു തരാം. പിന്നെ ഇതിനകത്ത് പറയേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ഇതിൻ്റെ ഈ ടോപ്പ് വശം, അതായത് ഇത് പ്രസ് ചെയ്യുമ്പോൾ ലോഡ് വരുന്നുണ്ട്. ഒന്ന് ടോപ്പും ഒന്ന് അടിയിലുമാണ് ഇതിൻ്റെ പ്രസ്സിങ്ങിൻ്റെ ലോഡ്. അപ്പം വലിഞ്ഞു പോക്കാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പം അടിയിൽ നല്ല ഗേജ് കൂടുതലാണ്. ടോപ്പിൽ ചെറുതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ചെറിയ, അതായത് ഫുൾ ലോഡ് ഭയങ്കര തിക്കസിൽ അടിച്ച് കഴിഞ്ഞപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ബെൻഡുണ്ട്. അപ്പം ഈ ടോപ്പിൽ തന്നെ പീസിൽ എക്സ്ട്രാ നമ്മളൊരു ബീഡിങ് കൂടി ഇതിനകത്ത് അടിച്ചു കൊടുക്കും. ഇതാ ഈ കാണുന്ന സ്ഥലത്ത്, ഈ കാണുന്ന പോർഷനിൽ നമ്മൾ ഒരു ബീഡിങ് കൂടി അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ബെൻഡാവാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെഷീൻ, അതായത് ഈ ഹൈഡ്രോളിക് പ്രസ് ഉണ്ടാക്കാനായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ മച്ചാനാണ്, രാജേഷ്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ വെൽഡിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എത്ര ദിവസം പണിഞ്ഞെന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ പറയും. അപ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. പിന്നെ ചില്ലറായിട്ടുള്ള സംഭവങ്ങൾ, ചില്ലറായിട്ടുള്ള വർക്കുകൾ, അതായത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് അടിക്കണം കാണിച്ചു തരാം. ഇത് ഊരിനെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് ഈ ഹോളിൽ ഇങ്ങനെ കെട്ടിയെടുത്ത് പുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഊരിപ്പോരും. നമ്മളിത് ടൈറ്റ് ചെയ്യുക, ടൈറ്റ് ചെയ്തിട്ട് നേരെ ഇതുമ്മ പ്രസ് ചെയ്യാൻ വേണം. അടിച്ചോ. ഇവിടെ ഒരു പിന്ന് പോലത്തെ ഒരു സംഭവം വെച്ച് കൊടുത്തേക്കുന്നത്. കാരണം അല്ലെങ്കിൽ താന്ന് തീർന്നു കഴിഞ്ഞാൽ എന്താവും. അടിച്ചോ. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ പൊള്ളിക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ബോൾട്ട് വെച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കനം തീരെ ഇതാവില്ല. ഓക്കെ, ഞെക്കിക്കോ. ഇപ്പോൾ മുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ പ്രസ് ചെയ്താൽ അതങ്ങോട്ട് ഊരി പോരും. കാണുന്നുണ്ട്, കണ്ട താന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അത് ഊരിപ്പോകും. ഈ ബോൾട്ട് വെച്ചോട്ട് ഈ ബോൾട്ടിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് ബാക്കിയെല്ലാം കൂടി ഊരിപ്പോവും. അപ്പോൾ ഷാഫ്റ്റും ഇതും രണ്ടും രണ്ടായി. ഇത് തിരിച്ച് നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക, നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെക്കുക. നേരെ ഇപ്പം കയറ്റാൻ സിമ്പിളായിരിക്കും. ഇങ്ങനെ വെക്കുക, നേരെ അടിച്ച് കയറ്റുക, ടൈറ്റ് ചെയ്യും. അതിന് ഇറങ്ങും. അടിച്ചടിച്ച് ഇറങ്ങിക്കോളും. നേരെ ഇവിടെ ഈ പിന്നോടൊന്ന് മുട്ടിക്കുക, നേരെ അടിച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങിക്കോളും. ഇപ്പം കയറിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ ഞെക്കലിനും ഓരോ തിരിച്ചാണ് കയറി ഓക്കെ, ടൈറ്റായി. അപ്പോൾ ജാക്കീമിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുക,
ഇത് ലോക്ക് ചെയ്യുക. ഇത് അഴിച്ച് കഴിഞ്ഞാൽ താഴേക്കും വരും. പിന്നെ ഇത് പൊക്കയും താത്തുകയും ചെയ്യുന്ന ഇതുമ്മലാണ് പിസ്റ്റൺ ഇരിക്കുന്നത്. ആ പിസ്റ്റൺ ഞെക്കുമ്പോൾ ഇത് ഞെങ്ങുകയും ചെയ്യും. പിന്നെ ഇത് ഞാൻ 5 ടണ്ണാണ് പറഞ്ഞത്, 10 ടണ്ണിനാണ്. പക്ഷേ 10 ടണ്ണൊന്നും ഇതില്ല കേട്ടോ. അത് അതിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് 10 ടണ്ണിൻ്റെ എഫക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി ക്വാളിറ്റിയുള്ള സംഭവം എടുക്കുന്നത്. വലിയ ക്വാളിറ്റിയുള്ള സംഭവമല്ല. ഇതിനകത്ത് ഇനി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് താഴത്തെ തട്ട് വന്നേക്കുന്നത്. ഈ താഴത്തെ തട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക, അതായത് മുകളിലേക്ക് താഴേക്കും അഡ്ജസ്റ്റബിൾ ആവുന്ന രീതിയാണ്. ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നെറ്റ് ഊരിയിട്ട് ഈ ഹോളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തട്ട് നമുക്ക് മുകളിലേക്ക് പൊക്കി കൊണ്ടുപോകാം. കാരണം ഇത് പറയാൻ വെച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ ചെറിയൊരു ഐറ്റമാണ്. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ലെങ്ത്ത് ഇത്ര താഴൂല. കാരണം വെച്ചാൽ ഇതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ താഴെന്ന് പറഞ്ഞാൽ ഒരു 6 ഇഞ്ച് താഴുള്ളൂ. ഇപ്പം 5 ഇഞ്ച് 6 ഇഞ്ച് ഒരു 5.5 ഇഞ്ചോളം ഇതിപ്പോൾ താന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇത് താഴൂല. ഈ കാണുന്നൊരു ഡിസ്റ്റൻസ് താഴുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ മുട്ടാതായ. കാരണം ഈ ഹോളിലേക്ക് ഇത് മാറ്റിയിടേണ്ടി വരും. ഈ സാധനം എടുത്തിട്ട് ഈ ഹോളിലേക്ക് ഈ തട്ട് മാറ്റിയിട്ടാലേ ഇവിടെ മുട്ടുള്ളൂ. കാരണം ഇത്രയും ഗ്യാപ്പാണ്. അപ്പോൾ അതിനൊരു പകരം നമ്മൾ സംഭവം ചെയ്താൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വലിയ ഐറ്റങ്ങളാണ്. ചെറിയ ഐറ്റം ഉപയോഗിക്കാറ്. ചെറിയ ഐറ്റം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുട്ടിയുടെ കഷ്ണം ഇവിടെ കൊള്ളിച്ചാലും മതി. അപ്പോൾ പൊക്കം കിട്ടുമല്ല. ഇത് റിലീസ് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ കീ പിടിച്ച് ഇതായി കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിച്ചാൽ ഇത് റിലീസാകും. റിലീസാകുമ്പോൾ ഈ സ്പ്രിങ് ഇത് നമ്മൾ ടെൻഷനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് പൊങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് പ്രസ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുണ്ടാക്കാനുള്ളൊരു ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും നോട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ നൈസായിട്ടാണ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കുക, അതേപോലെ കമൻറ്റ്, അങ്ങനെ സംഭവങ്ങളൊക്കെ അടിക്കാം. സബ്സ്ക്രൈബ് ചെയ്യണവർ 2 കിട്ടണില്ല എന്നൊരു സംഭവം പറഞ്ഞിട്ട്, അതായത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്താണ്, പക്ഷെ എന്നിട്ടും നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കിട്ടണില്ല എന്നൊരു സംഭവം പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെല്ലൈക്കണിൽ അമർത്തി കഴിയുമ്പോൾ അതിൻ്റെ ഓൾ എന്നുള്ളത് എനേബിൾ ആക്കണം, അല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ അങ്ങനെ സംഭവങ്ങൾ ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെ സംഭവങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് രേഖപ്പെടുത്തണം എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ.